അപ്പം ഒരു സിനിമ നമ്മൾ സർട്ടിഫൈ ചെയ്യാൻ പോകുമ്പോൾ, ഇപ്പം മലയാളത്തിലൊരു സിനിമ സർട്ടിഫൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നുള്ളത് ജസ്റ്റ് ഒരു പെട്ടെന്ന് ഒരു മിനിറ്റിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. പ്രധാനമായിട്ടും നമ്മളൊരു സിനിമ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇതിൻ്റെ പ്രൊഡ്യൂസറോ ഇതിൻ്റെ ഫിലിം പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഇതിനെ അപ്ലൈ ചെയ്യുന്ന ആൾ ഇതിനൊരു റീജിയണൽ CBFC റീജിയണൽ ഓഫീസിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. CBFC റീജിയണൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കൊച്ചിയിലായിരിക്കാം അതിന് അവരുടെ ഓഫീസ് ഉള്ളത്. അപ്പോൾ അവിടെ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ ആയിരിക്കാം, എനിക്കറിയില്ല എവിടെയാണ് അവരുടെ ഓഫീസ് എന്നുള്ളത്. അപ്പം അത് റീജിയണൽ ഓഫീസിൽ ഇപ്പം മലയാള സിനിമയാണെങ്കിൽ കേരളത്തിൽ തന്നെ അവർക്കൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുവനന്തപുരത്താണ് കേട്ടോ ഇവരുടെ CBFC റീജിയണൽ ഓഫീസ്, കൊച്ചിയിലല്ല, തിരുവനന്തപുരത്താണ് ഇവരുടെ റീജിയണൽ ഓഫീസ്. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ സ്ക്രിപ്റ്റും ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റും അതുപോലെ ഇതിൻ്റെ ഒരു സിനോപ്സിസും ഒരു ചെറിയ സിനോപ്സിസും കൂടെ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ ഇതിൻ്റെ ഏതൊക്കെ പാട്ടുകളുണ്ട്, ആരാണ് ഇതിൽ അഭിനയിക്കുന്നത്, ഇതിൻ്റെ കംപ്ലീറ്റ് കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ അതിലൂടെ സമർപ്പിക്കണം. അതിൻ്റെ കൂടെ ഒരു പർട്ടിക്കുലർ ഇത്ര എമൗണ്ട് ഉണ്ട് ഇത് അടയ്ക്കാനായിട്ട്. എമൗണ്ട് എത്രയാണെന്ന് എനിക്കറിയില്ല. ആ എമൗണ്ടും കൂടെ ഇതിന് അടയ്ക്കണം. ഇത് അടച്ചു കഴിയുമ്പോഴാണ് ഇത് സർട്ടിഫിക്കേഷന് സമർപ്പിക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം, ഇതൊരു സമർപ്പിച്ചതിന് ശേഷം ഇവർ ഒരു പാനൽ, അതായത് CBFC മെമ്പേഴ്സ് ഒരു പാനൽ രൂപീകരിക്കും. ആ പാനലിൽ ഒരു 4 മെമ്പേഴ്സും ഒരു എക്സാമിനിങ് ഓഫീസറും, ഇങ്ങനെ 5 പേരാണ് ഒരു പാനലിലുള്ളത്. ഒരു 4 ഇവരുടെ സാധാ മെമ്പേഴ്സും ഒരു എക്സാമിനിങ് ഓഫീസറും കൂടെ ചേർന്നിട്ട് ഈ സിനിമ കാണും. സിനിമ കഴിഞ്ഞിട്ട് ഇവരത് അസസ് ചെയ്യും. ഈ സിനിമ അസസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും 1952 സിനിമാറ്റോഗ്രാഫിക് ആക്റ്റും അതുപോലെ CBFC ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇവർക്ക് കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഈ ഗൈഡ് ലൈൻസും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഇവരൊരു സിനിമയെ അസസ് ചെയ്യുന്നത്, സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നതിനായിട്ട് ഇവർ അസസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ വരുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ, ഇതിലെ വയലൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും, അതിനുള്ള രീതിയിലായിരിക്കും ഇവർ സർട്ടിഫൈ ചെയ്യുന്നത്. അതുപോലെ സെക്സ് ഓർ ന്യൂഡിറ്റി, ഒബ്സീൻ ഓർ വൾഗർ ലാംഗ്വേജ്, അതുപോലെ റിലീജിയസ് ഓർ പൊളിറ്റിക്കൽ സെൻസിറ്റീവ്നെസ്, ഹാംഫുൾ സോഷ്യൽ മെസ്സേജസ്, അതുപോലെ നാഷണൽ സെക്യൂരിറ്റി ഓർ പബ്ലിക് ഓർഡർ. ഇപ്പോൾ ഇത്രയും ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്തിട്ടാണ് ഇവരൊരു സർട്ടിഫിക്കേഷൻ അസസ് ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ഇവർ ചിലപ്പം വോളണ്ടറി ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്താൽ കൊള്ളാം എന്ന് ഇവരെടുത്ത് പറയും. അതുപോലെ അല്ലെങ്കിൽ ചില സീൻസ് നിങ്ങൾ കട്ട് ചെയ്തേ പറ്റൂ, മാൻഡേറ്ററി ആയിട്ട് എത്ര കട്ടുണ്ടാവണം, അതുപോലെ വോളണ്ടറി ആയിട്ട് നിങ്ങൾക്ക് എത്ര കട്ട് വേണം, അത് വോളണ്ടറി ആയിട്ട് അവർ എഗ്രി ചെയ്യും. പ്രൊഡ്യൂസറുമായിട്ട് സംസാരിക്കും, ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ചിലപ്പോൾ എഗ്രി ചെയ്യും, ചിലപ്പോൾ പ്രൊഡ്യൂസർ എഗ്രി ചെയ്യുന്ന അനുസരിച്ച് അവർ കട്ട് ചെയ്യും. മാൻഡേറ്ററി ആയിട്ട് ഇന്ന സാധനങ്ങൾ കട്ട് ചെയ്യും എന്നവർ പറയും. അതുപോലെ ചില കേസിൽ ഇപ്പം ഇതൊന്നും പാലിക്കാത്ത വരുമ്പോഴത്തേക്ക് ഇവർ സർട്ടിഫിക്കേഷൻ റിഫ്യൂസ് ചെയ്യും, ഇവർ സർട്ടിഫിക്കേഷൻ ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പം അതിനുശേഷം ഇപ്പോൾ സർട്ടിഫിക്കേഷൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രൊഡ്യൂസേഴ്സിനോ ഇവർക്കൊക്കെ അപ്പീലിന് പോകാൻ പറ്റും. അപ്പീലിന് ഫസ്റ്റ് പോകുന്നത് റിവൈസിങ് കമ്മിറ്റിക്കാണ് അപ്പീലിന് പോകുന്നത്. ഇപ്പോൾ ഈ റിവൈസിങ് കമ്മിറ്റിയിലും അപ്പീല് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അതായത് അതും അവർ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ഫിലിം സർട്ടിഫിക്കേഷൻ അപ്പലേറ്റ് ട്രിബ്യൂണലിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ 2021 ഗവൺമെൻറ് ഈ ഒരു ഫിലിം സർട്ടിഫിക്കേഷൻ അപ്പലേറ്റ് ട്രിബ്യൂണലിനെ എടുത്തു കളഞ്ഞു. അപ്പോൾ ഇപ്പം ഒരു റിവൈസിങ് കമ്മിറ്റി ഇത് അപ്രൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് പിന്നെ അപ്പീൽ ചെയ്യാനായിട്ട് ഒരു അപ്പലേറ്റ് ട്രിബ്യൂണലിൽ പോകാൻ കഴിയില്ല. പകരം ഇവർ ഹൈക്കോർട്ടിലേക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പം കോടതി വിധി അനുസരിച്ചായിരിക്കും പിന്നെ കാര്യങ്ങൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് പല തരത്തിലുള്ള സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അതായത് സർട്ടിഫിക്കേഷൻ ആണെങ്കിൽ സ്യൂട്ടബിൾ ഫോർ ഓൾ ഏജസ്, എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമയായിരിക്കും സർട്ടിഫിക്കേഷന് കൊടുക്കുന്നത്. സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പേരൻ്റൽ ഗൈഡൻസ്, അതായത് 12 വയസ്സിൽ താഴെയുള്ളവർക്ക് പേരൻസിൻ്റെ കൂടെ ഇരുന്ന് സിനിമ കാണാം. സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതുപോലെ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ്, ചിലർക്ക് വേണ്ടി മാത്രം, ഒരു ഡോക്ടേഴ്സിന് മാത്രം കാണാനോ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് മാത്രം കാണാവുന്ന തരത്തിലുള്ള സിനിമകളാണ് ഈ ഒരു സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവർ പറയുന്നത്. അപ്പം ഇതാണ് നോർമലി ഒരു സിനിമയുടെ സർട്ടിഫിക്കേഷനുള്ള പ്രൊസീജിയേഴ്സ്. അപ്പം ഇതൊരു പരസ്യചിത്രങ്ങളോ ട്രെയിലറുകളോ ഒക്കെ സർട്ടിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇവരുടെ റീജിയണൽ സർട്ടിഫിക്കേഷൻ ഓഫീസിൽ നിന്ന് അവർ കണ്ടിട്ട് അവർ അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് അവർക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊരു ഫീച്ചർ ഫിലിം ആണെങ്കിൽ, ഒരു തിയേറ്ററിക്കൽ പബ്ലിക്കായിട്ട് കാണിക്കുന്ന ഒരു ഫീച്ചർ ഫിലിം ആണെന്നുണ്ടെങ്കിൽ ഇത് റീജിയണൽ ഓഫീസിൽ ഇവർ കണ്ട് സർട്ടിഫൈ ചെയ്തതിന് ശേഷം ഇതിനൊരു അപ്രൂവൽ വേണം. അത് മുംബൈ ഓഫീസിലുള്ള ഇവരുടെ ചെയർമാൻ ഉണ്ട്.
ചെയർമാൻ്റെ അപ്രൂവലിനായിട്ട് ഇത് അയക്കും. അപ്പോൾ ചെയർമാൻ ജസ്റ്റ് ചെക്ക് ചെയ്യും. ഇത് അവർക്ക് അദ്ദേഹത്തിന് അപ്രൂവൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ അദ്ദേഹം അപ്രൂവൽ കൊടുക്കും. ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അപ്പം ഈ ചെയർമാൻ പോകുമ്പോഴത്തേക്ക് ഇതിനകത്ത് എന്തെങ്കിലും അഡ്വൈസസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയർമാൻ്റെ പ്രത്യേക ശ്രദ്ധയിൽപ്പെടുത്താനുണ്ടെങ്കിൽ അത് റീജിയണൽ ഓഫീസിൽ നിന്ന് അവർ അതിനകത്ത് ഇൻഫോം ചെയ്തിരിക്കും ചെയർമാൻ. അപ്പം ഇത് ചെയർമാന് അതിനുശേഷം ഈ സിനിമ കാണാനുള്ള അധികാരമുണ്ട്. അദ്ദേഹത്തിന് കാണണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കണ്ടിട്ട് വേണമെങ്കിൽ സർട്ടിഫിക്കേഷൻ അപ്രൂവ് ചെയ്യാം. അങ്ങനെ പല പരിപാടികളുണ്ട്. ഇതാണ് ഒരു ഓവറോൾ ഫിലിം സർട്ടിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്.